അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് ഭിന്നശേഷിക്കാർക്കായി മുച്ചക്ര വാഹനങ്ങൾ വിതരണം ചെയ്തു. വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 9.54 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് 9 ഗുണഭോക്താക്കൾക്ക് സ്കൂട്ടറുകൾ വിതരണം ചെയ്തത്. അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് ഭിന്നശേഷിക്കാർക്കായി സംഘടിപ്പിച്ച മുച്ചക്ര സ്കൂട്ടറുകളുടെ വിതരണോദ്ഘാടനം എച്ച്.എസ്. എം.എൽ.എ. നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗണത്തിൽ ചേർന്ന സമ്മേളനത്തിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷീബ രാഗേഷ് അധ്യക്ഷയായി. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സജിത സതീശൻ, പി.ജി. സൈറസ്, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ആർ. ജയരാജ്, ശ്രീജ രതീഷ് എന്നിവർ പങ്കെടുത്തു. ചിലതിനേക്കാൾ കൂടുതലായി നമ്മൾക്ക് ഈ ജനവിഭാഗത്തിന് വേണ്ടി ചെയ്യാൻ കഴിയുന്നത്. ഇവിടെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് ഗവൺമെന്റ് നിഷ്കർഷയിൽ പറയപ്പെടുന്ന ഇത്ര ശതമാനം ഈ ജനവിഭാഗത്തിന് വേണ്ടി മാറ്റിവെക്കണം എന്ന് പറയുന്ന പണത്തെക്കാൾ കൂടുതൽ പണം മാറ്റിവെച്ചുകൊണ്ടാണ് ഈ പദ്ധതി ആസൂത്രണം ചെയ്തതും നടപ്പാക്കപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് പറഞ്ഞത് കൊണ്ട് ചെയ്യുന്നു എന്നുള്ളതല്ല, അല്ലെങ്കിൽ ആ നിഷ്കർഷ ഉള്ളത് കൊണ്ട് മാത്രം ചെയ്യുന്നു എന്നുള്ളതല്ല. ആ നിഷ്കർഷകൾക്ക് കൂടുതൽ പരിഗണന കൊടുക്കാൻ പ്രത്യേകമായൊരു താല്പര്യം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭരണാധികാരികൾക്ക് കൈവരുന്നതിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ അഡീഷണലായി കൂടുതൽ പണത്തിന്റെ ഭാഗമായി മാറ്റിവെക്കാൻ പറ്റുന്നത്. ഇന്ന് നമ്മുടെ കേരളത്തിലെ ഗവൺമെന്റ് തന്നെ കൃത്യമായ നയം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഭിന്നശേഷി സൗഹൃദ കേരളം എന്ന നയം പ്രഖ്യാപിച്ചാണ് സംസ്ഥാന ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. അതൊരു കേവലമായൊരു കടലാസ പ്രഖ്യാപനം മാത്രമല്ല. പൊതു ഇടങ്ങളിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ പൊതുവായ സാഹചര്യങ്ങൾ എങ്ങനെയെല്ലാം പരിഗണിക്കണം, ആ പരിഗണനയ്ക്ക് പ്രാപ്തമായ തീരുമാനങ്ങൾ ഭരണപരമായി കൈക്കൊണ്ടുകൊണ്ടാണ് ഈ നയം നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ നടപ്പാക്കപ്പെടുന്നത്.